ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഹാൻ ഇന്ന് ID കാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ മനാർമാൾക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ട്രൈഡത്തിൽ എല്ലാത്തിലും കളിക്കാനൊക്കെ വേണ്ടി പോവുകയാണ്. സോ ഞങ്ങളിപ്പോൾ ഇതാ ഇവിടെ മനാർമാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാർക്ക് ചെയ്തിട്ട് കാണാം. പിന്നെ ആ സിഗ്നൽ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളുടെ വീട്. ഇവിടെ അടുത്ത് തന്നെയാണ്, ട്രൈഡത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ പാർക്കൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഗ്ലാസ് കണ്ടോ, അതിൻ്റെ അപ്പുറത്താണ് ട്രൈഡം. ചെറുതായിട്ട് ലൈറ്റൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അപ്പുറത്തായിട്ടാണ് ട്രൈഡം. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിൽ നേരെ കാരിഫോർക്കാണ് വന്നിരിക്കുന്നത്. ഡ്രസ്സ് യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ കാരിഫോറല്ല, മനാർമാളിലെ അകത്തേക്ക് എത്തി. ഇതാണ് ട്രൈഡം. ഇവിടെ ഒരു വലിയ മാൾ തന്നെയാണ്, മനാർമാൾ എന്നാട്ടോ ഈ മാളിന് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രൈഡത്തിൻ്റെ ഉൾഭാഗം. കുറേ റൈഡ്സൊക്കെ ഉണ്ട്. ആ വലുതിൽ നമ്മൾ കയറുന്നതായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈറ്റ് കൂടിയ റൈഡ്. പിന്നെ ഈ സൈഡിലൊരു റൈഡ് ഉണ്ട്, അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡാണ്. അതിനെപ്പോഴും ഫണ്ടേ ആയാൽ പോലും 10 points ആണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാട്ടോ ട്രൈഡത്തിൽ വരുന്നത്. അപ്പോൾ കുറേ ഇങ്ങനെ ഇതൊക്കെ കിട്ടുന്ന പ്രൈസൊക്കെ കിട്ടുന്ന ഗെയിംസും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ. പക്ഷേ ഈ ചെറിയ ചെറിയ ഗെയിംസിന് 10 points, വലുതിനൊക്കെ 1 point അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറുന്നത് ഒരു 3D പോലത്തെ, നമ്മുടെ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ആവും. മീൻസ് നമ്മുടെ ഇരിക്കുന്ന ചെയർ ഇങ്ങനെ അളകും. അപ്പോൾ നമ്മൾ ഈ 3D ഒക്കെ ഇല്ലേ, അതേപോലെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 4 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഞങ്ങൾ 4 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ ഈ 2 സൈഡിൽ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ആൾക്കും 1 point വരുന്നുള്ളൂ. 2 അറ്റാച്ച്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കാറ്റും പിന്നെ ഇതേപോലെ ഇളകൊക്കെ ചെയ്യും, ചെയറൊക്കെ ഇളകൊക്കെ. ഇപ്രാവശ്യം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു ജെറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ അടിയിൽ കണ്ടോ 1 2 3 4 5 6 എന്നൊക്കെ. അപ്പോൾ നമുക്കങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ മുമ്പും ഞങ്ങൾ കളിച്ചപ്പോൾ ഒരു മെട്രോ അല്ല, ഈ ട്രെയിൻ അങ്ങനത്തെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. പക്ഷേ ഇത് അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല വൈബ്രേറ്റിംഗ് ആയിരുന്നു. സാധാ എല്ലാത്തിനെക്കാട്ടും കൂടുതൽ വൈബ്രേറ്റിംഗ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഈ ഹൈറ്റിൽ നമ്മൾ കയറുന്നതായിരിക്കും കേട്ടോ, ഈ ഹൈറ്റ് റൈഡിൽ. ഇത് നമ്മൾ കയറണം, എന്തായാലും മിസ് ചെയ്യാതെ കയറണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൈബ്രേറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി കയറുന്നത് ഇതിലാണ്. ഇതൊരു നോർമൽ പോലെ ജസ്റ്റ് ഇങ്ങനെ സ്വിങ് പോലെ ആടുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി ഹൈറ്റ് ആട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാകെ 2 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടിയും ഹൈറ്റിൽ ഇത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഉണ്ടായ പോലെ ഫീലായി. പിന്നെ ഇത് ഫ്രണ്ടിൽ പോയിട്ട് പെട്ടെന്ന് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാവിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളതിങ്ങനെ വലിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ 2 ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിന് മുമ്പ് കയറിയതുമാണ്. ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടായിരുന്നു. അങ്ങനെ ഈ ഹൈറ്റിലുള്ള ഇതിൽ ഞങ്ങൾ കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മൾ ഷൂസ് ഒന്നും റിമൂവ് ചെയ്തില്ല. കാരണം വല്ല ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നെങ്കിലല്ലേ റിമൂവ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതാ പൊന്നാൻ പോണേ. ഇത് ഇങ്ങനെ ഗ്രാവിറ്റി ഫീൽ ചെയ്യും. ഞങ്ങളുടെ എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെയും ഓപ്പൺ ചെയ്തു, പിന്നെ അടച്ചു. അപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കുന്നതില്ലേ, അത് ഇലക്ട്രിക്കിൻ്റെ ആണ്. അപ്പോൾ അവരത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അടയും. അപ്പോൾ ഇവർ വന്നപ്പോൾ പിന്നെ അത് ഓപ്പൺ ചെയ്തു, പിന്നെയും അത് ക്ലോസ് ചെയ്തു. അങ്ങനെയായിരുന്നു. പിന്നെ അതത്ര പേടിയൊന്നും തോന്നില്ല. ജസ്റ്റ് ഇങ്ങനെ മുകളിൽ പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ഗ്രാവിറ്റി ഫീലാവും. നമ്മൾ സീറ്റിൽ ഇരിക്കാത്ത പോലെ ജസ്റ്റ് എയറിലായ പോലെയാവും ഫീൽ ഉണ്ടാവുക. അല്ലാതെ അത്ര പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതിൽ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഏരിയ ഫുള്ളായിട്ട് കാണാം കേട്ടോ. പാർക്കിംഗ് ഏരിയയും അവിടുത്തെ മോസ്കും എല്ലാം നന്നായിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇനി നെക്സ്റ്റ് കയറാൻ പോകുന്നത് കാറിലാണ്. അപ്പോൾ ഞങ്ങൾ 2 ആളും 2 കാറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ നോർമൽ കാറ് പോലെ തന്നെ നമ്മൾ ചെയ്യണം, സീറ്റ് ബെൽറ്റൊക്കെ ഇടണം. ജസ്റ്റ് ഇതിൽ ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ, ബ്രേക്കൊന്നും ഇല്ല. പിന്നെ
നല്ല രസമുണ്ടായിരുന്നു. ഇടിച്ചിട്ടൊക്കെ കുറേ പേര് നമ്മളെ ഇടിക്കാനായി മാത്രം ഈ കാറ് എടുക്കുന്നുണ്ട്. സമ്മാനം കുറേ വട്ടം ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൽ കയറാൻ നോക്കിയപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവർ കുറച്ച് നേരം ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ തന്നെ നോവോ സിനിമാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സിനിമാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ മാളുടെ പേര് മനാർ മാൾ എന്നാണ്. പക്ഷെ എല്ലാവരും ഈ കാരിഫോർ എന്നാണ് പറയാറ്. ഈ മനാർ മാളിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പാണ് കാരിഫോർ. ലൈക്ക് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ പോലുള്ള ഒരു ഷോപ്പാണ് കാരിഫോർ. പിന്നെ ഇവിടെ കുറേ ലൈക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കട ഉണ്ട്. സാറ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. സാറ, പിന്നെ ഫുഡ് കോർട്ട്, അങ്ങനെ എല്ലാ ബ്രാൻഡ്സിൻ്റെ കടയുണ്ട്. സെഫോറ ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, ബാസ്കിൻ റോബിൻസ് ഉണ്ട്, മക്ഡൊണാൾഡ്സ്, KFC, അങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, ക്ലോത്ത് ഐറ്റംസ് ഉണ്ട്, മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഈ സാറയുടെ അപ്പുറത്തായിട്ടാണ് ഫുഡ് കോർട്ടിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഫുഡ് കോർട്ടിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സ്കൂളിൽ നിന്ന് നേരെ വന്നുകൊണ്ട് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഇവിടെ മൊബൈൽ സ്റ്റോഴ്സൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടായിട്ടുള്ളത്. ആപ്പിളിൻ്റെയും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ ലെൻസ് കാർട്ട് ഒക്കെ ഉണ്ട്. പിന്നെ മെഡിക്കൽ സ്റ്റോഴ്സ്, അങ്ങനെ മിക്ക എല്ലാ സ്റ്റോഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഈ കാരിഫോറിന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ നമുക്കൊരു ബില്ല് കിട്ടും. ആ ബില്ലിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ മിനിയാന്ന് ഇവിടുന്ന് സാധനങ്ങൾ കാരിഫോറിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫുഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇവിടെ ബില്ല് കൊണ്ടുപോയിട്ട് പൈസ കൊണ്ടുപോകാൻ മറന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബർഗർ കിങ്ങിൽ നിന്ന് 2 ബർഗറാണ് വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ സംഹാൻ ആദ്യം പോയി, പൈസ കൊണ്ടാതെ ആദ്യം പോയി. പിന്നെ പിന്നെയും തിരിച്ച് വരുന്നത് എല്ലാം മറന്നിട്ട് ഇങ്ങനെ വരും. ഒന്നും ഓർമ്മയില്ലാത്ത പോലെ വരും. എന്നിട്ട് ഇമ്മ കുറേ പറയുന്നുണ്ടായിരുന്നു, ഇവനെന്താ പൈസ ഒന്നും വേണ്ടേ, പൈസ ഒന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞ ബില്ല് ഇതാണ് കേട്ടോ. ഇതിലിപ്പോൾ ചിക്കൻ ഉണ്ട്, പിന്നെ വെൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. കണ്ടോ, കാരിഫോറിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലിൻ്റെ ബാക്കിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാവാറ്. പക്ഷെ ഇവിടെ ചിക്കനും വെൻഡീസും ഒന്നും ഇല്ല. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ എവിടെ പോയി വാങ്ങിക്കണം. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിന് എന്തോ പോയിൻറ്റ്സ് അങ്ങനെ എന്തൊക്കെ ഉണ്ട്, അറിയില്ല. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതിന് എല്ലാം കൂടിയിട്ട് 15 dirhams ആണ് വന്നിട്ടുള്ളത്. ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഡ്രിങ്കും അതുപോലെ തന്നെ 2 ബർഗറും ആണ് ഉള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും ഇവർ ഇതേപോലെ മാറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു കാർ റൈഡിൽ കാറിൻ്റെ ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കാറ് തരാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കാർ അവിടെ പാർക്ക് ചെയ്തതെന്ന്, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് കുറച്ച് ദൂരെയായിരുന്നു, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു എടുത്താണെന്ന്. എന്നിട്ട് കുറേ ഞങ്ങൾ നടന്നു തിരയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോവാണ്. പിന്നെ ഞങ്ങൾ അധികം റൈഡ്സിലൊന്നും കയറിയില്ല, കുറേ നേരമൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ കാരണം എനിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഈ ട്രൈഡ് ഉള്ളത് നോർത്തേൺ എൻട്രൻസിലാണ്. ഇതിൽ സദേൺ എൻട്രൻസും നോർത്തേൺ എൻട്രൻസും ഒക്കെ ഉണ്ട്. പിന്നെ മെയിൻ എൻട്രൻസ് ഉണ്ട്. അങ്ങനെ കുറേ എൻട്രൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ സിഗ്നൽ കഴിഞ്ഞാൽ നേരെ പോയാൽ ഞങ്ങളുടെ വീടാണ്. ക്ലോസ് ആണ്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സഫാരി മാൾ എന്ന് പറഞ്ഞിട്ട് പുതിയ മാൾ വരുന്നുണ്ട്. ഈ സഫാരി മാൾ ഷാർജയിലൊക്കെ ഫേമസ് ആണ്. അപ്പോൾ റാസൽ കെയ്മിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ വരുന്നത്. നടന്ന് വരാനേ ഉള്ളൂ. പിന്നെ ഇവിടെ കണ്ടില്ല അൽബി കഫ്തേരിയ, അതേപോലത്തെ ഒരു കഫ്തേരിയ മനാർ മാളിൽ അകത്ത് വരുന്നുണ്ട് തോന്നുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ കണ്ട്. എന്താ അറിയില്ല, ഇവരുടെ ബ്രാഞ്ച് തന്നെയാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനി ഫ്രഷ് ആയിട്ട് ഞാൻ ട്യൂഷനിൽ പോവാണ്. ഗായ്സ്, അപ്പോൾ താത്താനെ ട്യൂഷനിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ മദ്രസ കഴിഞ്ഞിട്ട് ഇപ്പോൾ താത്താനെ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അനിയനും ഉമ്മയും കൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്.
ആ വലിയ ഇത് കണ്ടോ, അതാണ് കേട്ടോ ട്രൈഡം. അപ്പോൾ ഞങ്ങൾ ട്യൂഷന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും. അത്രക്കും ക്ലോസ് ആയിട്ടാണ് ഈ കാരിഫോറും സഫാരി മാളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാം.